നമസ്കാരം. ഇന്ന് 2023 ജൂലൈ 12 ബുധനാഴ്ച. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ വിദ്യാഭ്യാസ വാർത്തകൾ പരിശോധിച്ചാൽ മലയാള മനോരമയിൽ പ്രധാന വാർത്തയായിട്ട് കൊടുക്കുന്നു: ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന് പുല്ലുവില, MBBS പ്രവേശനമില്ല, ഭിന്നശേഷി കമ്മീഷണറുടെ നിർദ്ദേശവും അവഗണിച്ചു. ഭിന്നശേഷി തെളിയിക്കുന്ന സർക്കാർ രേഖകൾ ഹാജരാക്കിയിട്ടും സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികൾ പുറത്ത്. കേന്ദ്രീകൃത ഭിന്നശേഷി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവേശനം നൽകാവൂ എന്ന വിചിത്രവാദമാണ് അധികൃതർ ഉന്നയിക്കുന്നത്. 40% അധികം ഭിന്നശേഷിയുള്ളവർക്ക് സർക്കാരിൻ്റെ ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ഉണ്ട്. അത് ഏത് കോഴ്സിൽ ഏത് പ്രവേശനത്തിന് വേണമെങ്കിലും സർക്കാരിൻ്റെ കാർഡ് മതി എന്നാണ് കേന്ദ്ര നിയമം. എന്നാൽ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനത്തിന് ഭിന്നശേഷിക്കാർ UD ID കാർഡ് ഹാജരാക്കിയെങ്കിലും അധികൃതർ അനുവദിച്ചില്ല. ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് പരിശോധന നടത്തി പലരെയും പുറത്താക്കി. ആനുകൂല്യങ്ങൾക്കുള്ള ആധികാരിക രേഖയാണ് ഈ കാർഡ് എന്ന കഴിഞ്ഞ ദിവസത്തെ സർക്കാർ ഉത്തരവും അധികൃതർ അംഗീകരിച്ചില്ല. അവകാശപ്പെട്ടവർക്ക് സംവരണ സീറ്റുകൾ ലഭിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് നടപടി ആവശ്യപ്പെട്ട് ശുപാർശ നൽകിയെങ്കിലും മാറ്റം സംഭവിച്ചിട്ടില്ലെന്നും ഭിന്നശേഷിയുള്ളവരെ വീണ്ടും പരിശോധിക്കരുത് എന്ന വ്യവസ്ഥയുണ്ടെന്നും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശൻ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. കഴിഞ്ഞ വർഷം സീറ്റ് നിഷേധിക്കപ്പെട്ടവരിൽ ചിലർ കോടതിയെ സമീപിച്ച് പ്രവേശനം നേടിയിരുന്നു. MBBSന് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട ആലപ്പുഴ സ്വദേശിയായ വിദ്യാർത്ഥി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറെ പരാതി അറിയിച്ചു. പുനഃപരിശോധനയിൽ 40% ഭിന്നശേഷി കണ്ടെത്താനായിട്ടില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതായി രക്ഷിതാവ് പറഞ്ഞു. മറ്റൊരു വാർത്ത: NITയിൽ 4 വർഷ BSc B.Ed. NITയിൽ ഈ കൊല്ലം 4 വർഷ BSc B.Ed പ്രോഗ്രാം തുടങ്ങുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലാണ് പ്രോഗ്രാം. 1ാം സെമസ്റ്ററിൽ പ്രധാന വിഷയം തിരഞ്ഞെടുത്ത് ആദ്യ 3 വർഷം കൊണ്ട് BSc ബിരുദം പൂർത്തിയാക്കാം. NCET പ്രവേശന പരീക്ഷ വഴിയാണ് അഡ്മിഷൻ നേടിയെടുക്കുക. രാജ്യത്തെ 2 IITകളിലും 4 NITകളിലുമാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം തുടങ്ങാൻ അനുമതി ലഭിച്ചിട്ടുള്ളത്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ജൂലൈ 19. കൂടുതൽ വിവരങ്ങൾക്ക് www.nta.ac.in അല്ലെങ്കിൽ ncet.samarth.ac.in. മറ്റൊരു വാർത്ത: പ്രൊഫഷണൽ കോഴ്സ് നാളെ കൂടി അപേക്ഷിക്കാം. പ്രൊഫഷണൽ ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്ക് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് MBBS BDS ഉൾപ്പെടെ അപേക്ഷിക്കാൻ 13ാം തീയതി, അതായത് നാളെ വൈകിട്ട് 4 മണി വരെ വീണ്ടും സമയം അനുവദിച്ചു. KEAM 2023 മുഖേന നേരത്തെ അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കാൻ പാടില്ല. www.ce.kerala.gov.in എന്ന സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരു പ്രധാന വാർത്ത: സ്വാശ്രയ നേഴ്സിംഗ് അപേക്ഷ 15 വരെ. പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള ഉൾപ്പെടെ സംസ്ഥാനത്തെ 50 സ്വാശ്രയ നേഴ്സിംഗ് കോളേജുകളിലെ BSc, പോസ്റ്റ് ബേസിക് BSc, MSc തുടങ്ങിയ പ്രോഗ്രാമുകളിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. സർക്കാർ നിശ്ചയിച്ച ഫീസിൽ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് പ്രവേശനമെന്ന് അസോസിയേഷൻ അറിയിച്ചു. www.pncmak.org എന്ന സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസ വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.